ലൈവായിട്ട് ഓടി നടക്കുന്ന കൊഞ്ചുകൾ, കൂട്ടിയിട്ടിരിക്കുന്ന ആമകൾ, കൂട്ടിയിട്ടിരിക്കുന്ന ചിക്കൻ കാലുകൾ, ഊഴം കാത്തു കിടക്കുന്ന ലോബ്സ്റ്റർ, ഞണ്ടുകൾ, മീനുകൾ. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ചൈനയിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ്. നമ്മുടെ ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒരു 1/3 വലിപ്പം മാത്രമുള്ള ഒരു സൂപ്പർ മാർക്കറ്റ്. ഈ സെഞ്ച്വറി സൂപ്പർ മാർക്കറ്റ് എന്നാണ് ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ പേര്. ഈ കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ഒരു പെറ്റ് ഷോപ്പ് പോലൊരു ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അവിടെ ആമകളൊക്കെ ഉണ്ട്. മെയിനായിട്ട് ഇവർ കുട്ടികൾക്ക് വളർത്താൻ കൊടുക്കുന്ന ആമകളാണെന്ന് തോന്നുന്നു, കുഞ്ഞു കുഞ്ഞു ആമകൾ. പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന ടൈപ്പ് ഫൈറ്റർ ഫിഷുകൾ ഇവിടെ ഉണ്ട്. പിന്നെ എന്താണ്, പലതരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ്, പിന്നെ ആമയ്ക്കും പിന്നെ ഈ മീനിനൊക്കെ കൊടുക്കാനുള്ള ഫുഡ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഏരിയയാണ് ഇത്. ഈ ആമയുടെ മുകളിൽ അവരെന്തൊക്കെയോ സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണാൻ നല്ല രസമാണ്. പിന്നീട് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കാണുന്ന പോലുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. അതായത് ഈ വീട്ടിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് ഞാനതിനെ കൂടുതലായിട്ട് എടുത്ത് കാണിക്കുന്നില്ല, കാരണം നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ നമുക്ക് ആവശ്യം എന്തൊക്കെ വേണ്ടോ അതെല്ലാം ഇവിടെ ഉണ്ട്. ചെരുപ്പ്, ഡ്രസ്സ്, അതിൻ്റെ എല്ലാ ഏരിയ ഉണ്ട്. ഞാൻ പിന്നെ അതൊന്നും കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. കിഡ്സിൻ്റെ പ്രോഡക്റ്റ്സ് കിട്ടുന്ന ഏരിയ ഉണ്ട്, സ്റ്റേഷനറി, ടോയ്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുന്ന ഏരിയ ഇവിടെ ഉണ്ട്. കുറേ വെറൈറ്റി ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന ടൈപ്പ് എല്ലാ ഫ്രൂട്ട്സും ഇവിടെ അവൈലബിൾ ആണ്. അതല്ലാതെ തന്നെ ഇവരുടെ തന്നെ ഈ ഗ്രേപ്സ് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. ഈ ഗ്രേപ്സിന് ഏകദേശം കിലോ വരുമ്പോൾ ഏകദേശം ഒരു 15 യുവാൻ, അത് ഏകദേശം ഒരു 150-160 രൂപയോളമാണ് ഇതിൻ്റെ വില വരുന്നത്. അതേപോലെ തന്നെ എല്ലാത്തിനും വലിപ്പം ഭയങ്കര കൂടുതലായിരിക്കും. ഇവരുടെ എല്ലാ പ്രോഡക്ട്സുകൾക്കും വലിപ്പം ഭയങ്കര കൂടുതലാണ്. പിന്നെ ഈ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ചിക്കനാണ്. ചിക്കൻ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ചിക്കന് ഈ നമ്മുടെ ഐസിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിരിക്കുക. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കാണാറേ ഇല്ല, വലുതായിട്ട് ഇങ്ങനെ ആരും ഞാൻ ചെയ്ത് കണ്ടിട്ടില്ല. പിന്നീട് കാണുന്നത് പല ടൈപ്പ് അച്ചാറുകളാണ്. സോസേജ്, അച്ചാർ, പിന്നെ എന്താണ്, പുഴുങ്ങിയ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം മീറ്റാണ്. ഇതെല്ലാം പല ടൈപ്പ് മീറ്റുകൾ. ബീഫുണ്ട്, പോർക്കുണ്ട്, പിന്നെ ചിക്കനുണ്ട്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളുണ്ട്. ഇത് ലൈവ് ഫിഷിൻ്റെ ഏരിയയാണ്. ലൈവ് കൊഞ്ചിങ്ങനെ ഓടി നടക്കുന്നത് വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ലൈവ് കൊഞ്ചിങ്ങനെ ഓടി നടക്കും. നമ്മൾ അതിൽ നിന്ന് ഇഷ്ടമുള്ള കൊഞ്ചിനെ ഇങ്ങനെ സെലക്ട് ചെയ്ത് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ കോരി ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മളിതെല്ലാം കൂടെ കൊണ്ടുപോയി തൂക്കി അതിൻ്റെ പൈസ എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കുക. ഇതാണ് ഇവിടുത്തെ ഒരു രീതി. അതെനിക്ക് വളരെ കൗതുകവും വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അത്രയ്ക്ക് ലൈവായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷായിരിക്കും നമുക്കിവിടെ കിട്ടുന്ന പലതും. ഇതല്ലാതെ ഇത് ചെമ്മീനും കൊഞ്ചും ഈ രണ്ടും സെയിം ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് രണ്ടിൻ്റെയും 2 കൗണ്ടർ ഇവിടെ കണ്ടു. ഇത് വേറൊരു ടൈപ്പ് ചെമ്മീനാണ് ഇവിടെ. അതല്ലാതെ പിന്നെ വേറെ കുറേ കാര്യങ്ങളും കൂടെ ഇവിടെ ഉണ്ട്. അതായത് ലൈവായിട്ട് ചെയ്യുന്ന വേറെ കുറേ കടൽ മത്സ്യങ്ങളുടെയും കടലിൽ വളരുന്ന മറ്റ് പല കാര്യങ്ങളുടെയും കുറച്ച് ഏരിയ ഉണ്ട്. ഞാനത് കാണിച്ചു തരാം. ഈ കാണുന്നത് നമ്മുടെ കക്ക, ഷെല്ല്, പിന്നെന്താണ് കല്ലുമ്മക്കായ, പിന്നെന്താണ് പിന്നെ ഒച്ച്, പല ടൈപ്പ് ഒച്ച്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുടെ ഒരു ലൈവ് കൗണ്ടറാണ്. ഞാൻ ശരിക്കും നമ്മുടെ ഇന്ത്യയിൽ വേറെ എങ്ങും ഇങ്ങനെയുള്ള ഒരു ലൈവ് കൗണ്ടേഴ്സ് കണ്ടിട്ടേ ഇല്ല ഇവിടെ. പിന്നെ ഈ ഇരിക്കുന്നതെല്ലാം മീനാണ്. ഇതെല്ലാം കടൽ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിനകത്ത് കടൽ മീനുകളും ഉണ്ട്. ഇത് വളർത്തു മീനുകളാണ്. ഈ വളർത്തു മീനുകളുടെ ഇതൊക്കെ വലിയ സൈസാണ് കേട്ടോ. എന്തോ സൈസ് ഈ എനിക്ക് ശരിക്കും ഇങ്ങനെയുള്ള മീനുകളെ വലിയ താല്പര്യമില്ല. നമുക്ക് കടൽ മീനാണ് കൂടുതൽ ഇഷ്ടം. ഈ വളർത്തു മീനോട് എനിക്ക് അത്ര താല്പര്യമില്ല. പിന്നെ ഈ കാണുന്നത്, ഇതൊക്കെ എങ്ങനെ കഴിക്കാൻ തോന്നി? ഈ വലിയ മീനൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ എന്തായിരിക്കും എൻ്റെ ടേസ്റ്റ്? പിന്നെ ഉള്ളത് പല ടൈപ്പുകൾ ഞണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ. പല ടൈപ്പ് ഞണ്ട്. പിന്നെ ഇതൊക്കെ കണ്ട പലതും മീൻ ചത്ത് കേട്ടോ. ചിലത് ചത്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതേ കടലിൽ നിന്നോ അല്ലെങ്കിൽ വെള്ളം മാറിയതിൻ്റേതായ പ്രശ്നമായിരിക്കും അത്. പിന്നെ ലോബ്സ്റ്ററൊക്കെ ഇരിക്കുന്നു, നല്ല വലിയ കിടിലം ലോബ്സ്റ്റർ. പിന്നെന്താ ഉള്ളത്, പിന്നെ അതിൻ്റെ തന്നെ ചെറിയ ലോബ്സ്റ്ററുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓരോ ദിവസവും ഓരോന്നിങ്ങനെ മാറി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും, അത്ര തന്നെ. ഇത് പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന നമ്മുടെ ചെമ്മീനില്ല, കുഞ്ഞു ചെമ്മീൻ, അതിനെ ഉണക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചമ്മന്തിയൊക്കെ ഇടത്തില്ല അതിനകത്ത്. പിന്നെ ഇതേപോലെ എന്താണ് പറയുക, നമ്മുടെ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കാണുന്ന എന്തൊക്കെ സാധനങ്ങളുണ്ടോ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ അതൊന്നും എടുത്ത് പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഇതൊക്കെ പറഞ്ഞ പോലെ തന്നെ ഐസ്ക്രീമിൻ്റെയും പിന്നെ എന്താണ് പാലുകളുടെയും, അങ്ങനെ പല ടൈപ്പ് പാലുകൾ, പിന്നെ അതിനകത്ത് പല ഫ്ലേവേഴ്സ് ആഡ് ചെയ്ത പാലുകൾ, അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ ഒരു ഏരിയ ആണിത്. ഇതൊക്കെ വരുന്നത് ഫ്രോസൺ ഫുഡുകളാണ്. എല്ലാം ഫ്രോസൺ ആയിട്ട് വെച്ചിരിക്കുന്ന ഫുഡ് ഐറ്റംസിൻ്റെയൊക്കെയാണ്. പിന്നെ മോമോസൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾക്ക് നല്ല പരിചയമുള്ള സുപരിചിതമായിട്ടുള്ള മോമോസ്.
പിന്നെ ഇങ്ങനെയുള്ള ഷോപ്പിലൊക്കെ നമ്മൾ വരുമ്പോൾ അത്യാവശ്യം നല്ല പൈസ കൈ കരുതണം, പ്രത്യേകിച്ച് കുട്ടികളുമായിട്ട് വരികയാണെങ്കിൽ. കാരണം അവർക്ക് അറിയത്തില്ലല്ലോ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും. കാരണം അവർക്ക് കൈയെത്തുന്ന ദൂരത്ത് ഇഷ്ടം പോലെ ഐറ്റം ഉണ്ട്. കാരണം ഓടുന്നുണ്ട ഇഷ്ടം പോലെ ഐറ്റം ഉണ്ട്. അത് ചൂണ്ടിക്കാണിക്കും, ഇത് ചൂണ്ടിക്കാണിക്കും, നമുക്കതെല്ലാം മേടിക്കേണ്ടി വരും. കാരണം അത്യാവശ്യം ഈ സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ടോ ഇവിടെ ചൈനയിൽ. നമ്മളെ ഈ വീട്ടിൽ ആവശ്യമായുള്ള സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട്. മിഠായികളുടെയൊക്കെ തന്നെ ഒരു വലിയൊരു ശേഖരം എന്നൊക്കെ തന്നെ പറയാം. അത്രയ്ക്ക് മോഡൽസാണ് ഉള്ളത്. എത്ര വെറൈറ്റി മിഠായി, പിന്നെ ബിസ്ക്കറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന മോഡൽസ് മിഠായികളെല്ലാം തൂക്കിയാട്ടോ എടുക്കുന്നത്. ഇത് കൂടുതലും തൂക്കിയെടുക്കുന്ന മോഡൽ മിഠായികളാണ്. മോക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. അവൾ അത് കാണിക്കുന്നു, ഇത് കാണിക്കുന്നു, അതെടുക്കുന്നു, ഇതെടുക്കുന്നു. അവൾക്ക് എന്തൊക്കെ കാണണം, എന്തൊക്കെ എടുക്കണം എന്നറിയാൻ വയ്യാത്തൊരു വെപ്രാളമാണ് ഞാൻ ശരിക്കും അവിടെ കണ്ടത്. അപ്പോൾ ഇതിനൊക്കെ പിള്ളേരെയൊക്കെ കൊണ്ട് ഇങ്ങനെയുള്ള ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പണി കിട്ടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഈ കാണുന്നതൊക്കെ എൻ്റെ മോളുടെ വ്ളോഗ് എടുപ്പാണ്. ഇവിടെ എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ അതെന്തെങ്കിലും ക്യാമറയിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം ഇങ്ങനെയൊക്കെ വെച്ചിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ക്യാമറയിൽ കിട്ടാനാണ്. എന്തായാലും എടുക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്നതെല്ലാം ഒരു വെജിറ്റബിൾസിൻ്റെ ഏരിയയാണ്. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ. ഫ്രൂട്ട്സിൻ്റെയൊക്കെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ സൈസാണ്. ഈ തണ്ണിമത്തൻ്റെ സൈസ് ഉണ്ടോ, എൻ്റെ ഒരു കൈപ്പത്തിയോളം വരും ഏകദേശം. അല്ല, കൈമുട്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത്രയും വരും ഇതിൻ്റെ ഒരു സൈസ്. അത്രയ്ക്ക് വലിപ്പമാണ് ഇവിടുത്തെ ചില ഫ്രൂട്ട്സുകൾക്കും ഇതിൻ്റെ ചില വെജിറ്റബിൾസും. ഇതൊക്കെ മുസമ്പിയാണ്. പല ടൈപ്പ് ഇലകൾ. ഒരുപാട് ഇലകൾ കഴിക്കുന്നവരാട്ടോ. നമ്മുടെ നാട്ടിൽ കാണുന്നതും കാണാത്തതുമായിട്ടുള്ള കുറേ ഇലച്ചെടികൾ ഇവിടെ ഉണ്ട്. നമ്മുടെ നാടൻ ചീര മുതൽ വേറെ കുറേ സംഭവങ്ങളുണ്ട്, എനിക്കറിയില്ല പറഞ്ഞുതരാൻ. കിഴങ്ങ്, പല ടൈപ്പ് കിഴങ്ങുകൾ. സവാളയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈസാട്ടോ ഇവിടുത്തെ സവാള. അപ്പോൾ ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ആ ഒരു കൈപ്പത്തി എത്ര വരുമോ അത്രയും വലിപ്പമായിരിക്കും ഒരു സവാളയ്ക്ക്. അത് വളരെ വലിയ സൈസാണ് ഇവിടെ ഓരോ സാധനങ്ങൾ. കിഴങ്ങിൻ്റെ സൈസ് ഉണ്ട് എൻ്റെ കൈപ്പത്തിയെക്കാട്ടി വലുതാണ്. അത്രയ്ക്ക് വലുതാണ് ഇവിടുത്തെ കിഴങ്ങ്. ഇവരെന്ത് കൊടുത്തായിരിക്കും ഇതിനെങ്ങനെ വളർത്തിയെടുക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിലെ ഇഞ്ചി, വെളുത്തുള്ളി, മധുരക്കിഴങ്ങ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഇഞ്ചിക്ക് അത്യാവശ്യം വലിപ്പം കൂടുതലുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ബാക്കിയെല്ലാം അതേപോലെയൊക്കെ തന്നെ. ഇത് കാണുന്ന മരച്ചീനി പോലൊരു സാധനമാണ്. നമ്മുടെ എന്താണ് കപ്പ തന്നെയാണ് ഈ സാധനം എന്നാണ് പറയുന്നത്. പക്ഷേ ടേസ്റ്റ് കപ്പയുടെ പോലെ തന്നെ. പക്ഷേ ഈ സൈസ് ഇങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. പിന്നീട് വരുന്നത് പിന്നെ നമ്മുടെ കാച്ചിൽ പോലൊരു സംഭവം അവിടെ കിടപ്പുണ്ട്. ബാക്കിയെല്ലാം നമ്മുടെ നാട്ടിൽ കാണുന്നതിനായിട്ടുള്ള ക്യാരറ്റിനെ കുറച്ച് വലിപ്പം കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ നാട്ടിൽ കാണുന്ന പോലുള്ള പ്രൊഡക്ട്സ് ഒക്കെ തന്നെ ഉള്ളത്. ബ്രൊക്കോളി ഉണ്ട്, അതെല്ലാം നമ്മുടെ നാട്ടിലിപ്പോൾ അവൈലബിൾ ആണല്ലോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇത് ബില്ല് ചെയ്യാൻ പോവുകയാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് സെൽഫ് സർവീസ് ആയിട്ടുള്ള ബില്ലിംഗ് കൗണ്ടറിലാണ്. അല്ലാതെ ആളുകൾ നിൽക്കുന്ന നമ്മുടെ ലുലു മാളിലെ പോലുള്ള ബില്ലിംഗ് കൗണ്ടറുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ഓരോന്ന് എടുത്തിട്ട് ഇത് ബില്ല് ആക്കണം. ഓരോന്ന് നമ്മൾ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ബില്ലിങ് ചെയ്തിട്ട് അവസാനം പേയ്മെൻറ്റും ഈ പറയുന്ന പോലെ QR കോഡ്, നമ്മുടെ ഫോണിലെ QR കോഡ് ഇതിൽ കാണിച്ചു കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് കൾച്ചർ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കവർ ആവശ്യമുണ്ടെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന കവർ എടുക്കുക. കവർ എടുത്തിട്ട് അതുകൂടി QR കോഡ് സ്കാൻ ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോകാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കൂ.